ഇനി ശരിക്കും ഒരുപാട് പേര് ഈ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഷെയ്ൻ എങ്ങനെയാണ് അവരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഇവൻ കഞ്ചാവാണോ? അവരെ കാണുമ്പോൾ എന്തായിരിക്കും ഷെയ്ൻ റിയാക്ട് ചെയ്യുന്നത്? അങ്ങനെയുള്ള കമൻറ്റ് കാണുമ്പോൾ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഷെയ്ന്? നോ കമൻസ് ആണ്. എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടല്ലേ, നോ കമൻസ് അറ്റ് ഓൾ. അപ്പോൾ എന്താണേലും ഇഗ്നോർ, ജസ്റ്റ് ഇഗ്നോർ ദം. അതാണ്. ഇനി എന്താണേലും മഹിമയ്ക്കും ഷെയ്നും കൂടി ഞങ്ങൾ ഇത്രയും നിങ്ങൾ ഹിറ്റ് താരജോഡികളായതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ടാസ്ക് കൂടി തരാൻ പോവാണ്. വേറൊന്നുമല്ല, വളരെ ഈസി ടാസ്ക് ആണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഗെസ് ദ സെലിബ്രിറ്റി എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി മഹിമേനെ ഞാൻ എൻ്റെ സീറ്റിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഗെസ് ദ സെലിബ്രിറ്റി. സാന്ദ്ര ചേച്ചി, മഞ്ജൂസ് ഞാൻ കൊടുക്കട്ടെ? സെലിബ്രിറ്റി. ഇത് നിങ്ങൾ രണ്ടുപേരും നോക്കാനേ പാടില്ല. അത് പറഞ്ഞുടനെ രണ്ടുപേരും ഇങ്ങനെ അവിടെ നോക്കാതെ ഇങ്ങനെ. അത് ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. അതായത് മഹിമ ഓരോ കാർഡായിട്ട് കാണിക്കും. അപ്പൊ ഷെയ്ൻ കണ്ടല്ലോ, ഇനി എനാക്ട് ചെയ്തോണ്ട് മഹിമേനെ കൊണ്ട് ഇത് ആരാന്ന് പറയിക്കണം. ഓക്കെ, റെഡി? അപ്പൊ ഫസ്റ്റ് സെലബിനെ എടുക്കാൻ പോവാണേ. ഫസ്റ്റ് ഓരോന്നായിട്ട് എടുക്കാവൂ. ആദ്യത്തെ സെലബ് ആരാന്ന് ഇത് എനാക്ട് ചെയ്യണം. കമോൺ. ഒന്നും പറയാൻ പാടില്ല. എന്റെ അപ്പൂസേ നോക്കിക്കോ. സെക്കൻഡ് വൺ. ഇത് കമോൺ, ഇത് യു ക്യാൻ ഡു. ഇതൊക്കെ അഭിനയിക്കണോ? എന്തെങ്കിലും അവരുടെ ഒരു ആക്ഷൻ ആകാം, എന്ത് വേണോ ആവാം. ഡയലോഗ് പറയണ്ട, എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചാൽ മതി. എനിത്തിങ്. അവരുടെ ഒരു ഡയലോഗ് പറയണേ. ശരി, അവരുടെ ഒരു ഡയലോഗ്. കടവത്തെന്താ പരിപാടി? കഞ്ചാവാണോ? കഞ്ചാവടിയാണോ? മലയാളമാണേ. മൈക്കും കൂടെ ഞാൻ കൊടുത്തില്ല, സോറി കുഞ്ഞിനെ. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും എന്ത് വേണോ കാണിക്കാം. ഇങ്ങനെ എന്ത് വേണോ കാണിക്കാം. കേളി ഹെയർ ആണോ? കേളി ഹെയർ ഉള്ള മലയാളി നടനാണോ? നടിയാണോ? പേളിയാണോ? കേളി ഹെയർ അല്ല. മലയാളി അന്നബനാണോ? വാവ്, കറക്റ്റ്. ഇനി ഇങ്ങനെ എന്നെ പിടിക്കണേ. ഓക്കെ. ഓ മൈ ഗോഡ്. come on, you can do this. Come on. എന്റെ ബ്രോ എന്തേലും കാണിച്ചോ? മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഒന്നും പറയല്ലേ. do something is action or ആക്ടർ ആണോ? ഓക്കെ. എനിത്തിങ്. കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഓക്കെ. പുള്ളിനെ ഒരു ചേഷ്ട അല്ലേ എന്താണ് കാണിക്കുന്നുണ്ടോ? ഞാൻ കാണിക്കുന്നില്ല. ഷൈൻ ചേട്ടനാണോ? അടുത്തെത്തിയിട്ടുണ്ട്. അല്ലല്ല, അതിന്റെ അടുത്തെത്തി. അതന്നെ അടുത്ത നേരെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പ്ലീസ്. ഓക്കെ, കുമ്പളങ്ങി നൈറ്റ്സ് എന്ന മൂവിയിൽ ഫഹദ് ഫാസിൽ. അല്ലല്ല, അവിടെ അടുത്ത്. പെണ്ണാണോ ആണാണോ? ആണാണ്. ഓക്കെ, കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടതാ? കണ്ടതാ. അതില് പല്ല് തേക്കാൻ അല്ല മിണ്ടാൻ പറ്റാത്ത. അതിന് തരം മിണ്ടാൻ പറ്റാതെ ഉണ്ട് ഒരാളുണ്ട്. അല്ല, എനിക്ക് ഭയങ്കര ബാഡ് മെമ്മറിയാണ്. വേറെ എന്തെങ്കിലും പറഞ്ഞാ? മുടിയൊക്കെ ചുരുട്ടി കെട്ടുവോ? ഏത് സിനിമയിലും മുടി ചുരുട്ടി കെട്ടും? എനിക്ക് ബാഡ് മെമ്മറിയാന്ന്. ആ സിനിമ അല്ലാതെ വേറെ മുടി ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ കെട്ടി മച്ചാൻ വേറെ മൂഡിലാണ് അതിനകത്ത്. പക്ഷെ എങ്ങനെ ഇതിലൊക്കെ പറഞ്ഞു കൊടുക്കണം? പേരിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞു തരൂ. അതും കൂടെ പറഞ്ഞാ പിന്നെ പേര് പറയണല്ലേ. എനിക്ക് ബാഡ് മെമ്മറി ആണോ? ബ്രദേഴ്സിലുള്ള ആളാണ്. ശരി, സമയം കഴിഞ്ഞു. ഇനി പേര് പറയാം. ബാസി. ശ്രീനാഥ് ബാസി ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ. ഇനി ഒന്നും നോക്കാതെ ഇങ്ങനെ എന്നെ ചെയ്തോ. do some action, any action. മമ്മൂട്ടിയുടെ ചെറുപ്പം. ദുൽഖറ. അത് ബ്രില്യന്റ് ആയിരുന്നു കേട്ടോ. മമ്മൂക്കയുടെ അത് ബ്രില്യൻസ് ആയിരുന്നു. എന്റെ ഫേവറേറ്റ് സിനിമ ഏതാ അഭിനയിച്ചേല്? കുമ്പളങ്ങി. അതിലെ ബ്രദർ ആരാ? സൗബിന. സോ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ നമ്മുടെ നായകൻ ആൻഡ് നായിക നമ്മളോടൊപ്പം തന്നെയുണ്ട്. എന്തായാലും മഹിമ നമ്മളോടൊപ്പം ഫ്രണ്ടിൽ ഉണ്ടാവണമെന്ന് ചെറുതായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഒരു ചിന്ന സെഗ്മെന്റ് കൂടി ഷെയ്നിന് വേണ്ടി ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഓക്കെ, അപ്പോൾ ഇനി ഷെയ്നെ കാണാൻ വേണ്ടി 4 കേമന്മാർ ഈ വേദിയിൽ എത്താൻ പോവാണ്. ഇപ്പോൾ അവർ ഭയങ്കര സൂപ്പർ ട്രെൻഡിങ് ആണ്. അവരുടെ ഒരു മുഖം കണ്ടാൽ തന്നെ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര 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 വ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അവർ 4 പേരെയും ഞാൻ ഒരുമിച്ച് വേദിയിലേക്ക് വിളിക്കുന്നു. മൈക്കിൽ തട്ടുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ഷോ. ഞങ്ങൾ മീരയെ മാറ്റിയത് നിങ്ങൾക്ക് വിഷമമുണ്ടെന്നറിയാം. ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള യുവതി എന്തായാലും സെൻട്രൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ 4 ആണുങ്ങളെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്നറിയാം. എങ്കിലും ഇത് മീരയ്ക്ക് ഒരുപാട് ചീത്തവിളി കിട്ടും. അതുകൊണ്ടാണ് മീരയെ നമ്മൾ ആദ്യം സേഫ് ആക്കിയത്. സോ വൺസ് ഓഫ് ഓൾ, ഇത്രയും നേരം ഇവിടെ ഇരുന്ന ഷെയ്ൻ നിഗം ഒരു വലിയ കൈഡി കൊടുത്തേ. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വരുന്ന നടന്മാർ എന്താണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ 4 മണിക്കൂർ കൊണ്ട് മനസ്സിലായി. ഭയങ്കര ക്ഷമ വേണം. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് നിങ്ങൾക്ക് ഒരു വലിയ കൈഡി വേണം. നിങ്ങളുടെ ക്ഷമ അടിപൊളിയായിട്ടുണ്ട്. സോ ബേസിക്കലി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഷെയ്ൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഷെയ്നിന് ഒരു സർപ്രൈസ് കൊടുക്കണം, ഒരുപാട് സർപ്രൈസ് എൻട്രീസ് ഉണ്ടാവും എന്ന്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഷെയ്ൻ സർപ്രൈസ്ഡ് ആയി. കാരണം ഷെയ്ൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഉണ്ടായിരുന്നു ഏതാടാ ഇവന്മാർ. പക്ഷെ ഷെയ്ൻ അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ പുറത്ത് വരുമ്പം അതിൻ്റെ അടി വന്ന് നോക്കണം. ഞങ്ങളുടെ സപ്പോർട്ട് ഒരു 10,000 പേരെങ്കിലും വന്ന് ചോദിക്കും ഏതാടാ യുവന്മാരെന്ന്. പേടിക്കണ്ട. ഇല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ റോസ്റ്റിംഗ് പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു ഹൈലൈറ്റ് സാധനം ഉണ്ടായിരുന്നു അതിലെനിക്ക്. അതായത് ഈ കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്രിയേറ്റീവ് അപ്പാപ്പ അടിക്കുന്ന സാധനമല്ല. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നു. കൽബിലിരുന്നപ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞല്ല ഇതിങ്ങനെ ഇടയ്ക്ക് ഓൺ ആകും, പ്രോജക്റ്റ് ഓൺ ആകും, ഇടയ്ക്ക് ഓഫ് ആകും. എന്നാൽ പിന്നെ കൽബ് മാറ്റി ബൾബ് എന്നാക്കിക്കൂടെ എന്ന് വെച്ചാൽ അത് നൈസായിരുന്നു. അല്ല ഐ മീൻ വേറൊന്നുമായിട്ടല്ല, എനിക്കത് ചിരി വന്നു, നൈസായിരുന്നു.